പുതിയ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വരവോടുകൂടെ തന്നെ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു റേഷ്യൽ അറ്റാക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജാബ് ധരിച്ചൊരു പെണ്ണിന് യൂറോപ്പിലൂടെ കടന്നു പോകാൻ ഇപ്പൊ പ്രയാസമാണ്. ഇസ്ലാമിന്റെ ഷിആറോടുകൂടെ ഒരു മുസ്ലിമിന് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി കഴിഞ്ഞു. നമ്മുടെ ഭാരതത്തിലും ചുറ്റുപാടുകളൊക്കെ അനുകൂലമല്ല എന്ന് നമുക്കറിയാം. ഇവിടെയാണ് മുബശ്ശിറാത്ത്, ലോകത്ത് ആത്യന്തികമായ വിജയം ഇസ്ലാമിനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹുവിന്റെ സുന്നത്തല്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ അല്ലാഹുവിന്റെ ചില രീതികളുണ്ട്, അതുപോലെ ചരിത്ര വസ്തുതകളുണ്ട്, ഇതിലൂടെയൊക്കെയും അടുത്ത ഭാവി ഇസ്ലാമിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കോ മറ്റോ ഒരൽപ്പം അതിശയോക്തി തോന്നിയേക്കാം. അടുത്ത ഭാവി ഇസ്ലാമിനാണ് എന്ന് പറയുമ്പോൾ 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റെ കാലഘട്ടമായി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിശയോക്തിയോടുകൂടെയായിരിക്കും നമ്മുടെ ന്യൂ ജനറേഷൻ അതിനെ കാണുന്നത്. എങ്ങനെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നിടത്താണ് ഇസ്ലാം ലോകത്ത് വിജയിച്ച് 1-ാം സ്ഥാനത്ത് വരും എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يريدون ليطفئوا نور الله. അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബിഅഫ്വാഹിഹിം, അവരുടെ വായയിലൂടെ, വായ കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പരിപൂർണമായും അല്ലാഹു സമർപ്പിക്കാൻ, അവതരിപ്പിക്കാൻ പോകുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്കത് ഇഷ്ടമല്ലെങ്കിൽ തന്നെയും, അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെയും അല്ലാഹുവിന്റെ വചനങ്ങൾ അവൻ പൂർത്തിയാക്കാൻ പോകുന്നു. ഒരു വിളക്ക് ഊതിക്കെടുത്തും പോലെയാണോ സൂര്യപ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്? ലോകത്താകമാനം പ്രഭ പരത്താൻ പോകുന്ന ഒരു ദീപശിഖ അല്ലാഹുവിന്റെ മതമായ ഇസ്ലാമല്ലാതെ എന്താണ് ലോകത്തുള്ളത്? അതിനെ ഊതിക്കെടുത്താൻ എത്ര ശ്രമങ്ങൾ! സോഷ്യൽ മീഡിയകളിലൂടെ ലഭ്യമായ എല്ലാ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പേരിൽ ഫേക്ക് എൻകൗണ്ടേഴ്സ് നടത്തിയിട്ട് കള്ളത്തരത്തിലുള്ള സംഘട്ടനങ്ങൾ നടത്തിയിട്ട് മുസ്ലിമിന്റെ പേര് അപമാനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, തീവ്രവാദത്തിന്റെ ഭാണ്ഡങ്ങളൊക്കെ മുസ്ലിമിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം, വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് ഇസ്ലാമിനെ ഇഷ്ടമല്ലെങ്കിൽ തന്നെയും അല്ലാഹു അലാ റഗ്മി ഉനൂഫിഹിം, അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അല്ലാഹു ഇതിനെ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അത് നടക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് സ്പെയിനിന്റെ ആസ്ഥാനത്ത് ഗ്രാനഡ എന്ന് പറയുന്ന ഇസ്ലാമിക സാമ്രാജ്യം തകർന്നു പോയപ്പോ, ഗ്രാനഡ ഇസ്ലാമിന്റെ സംസ്കാരം തകർന്നു പോയപ്പോഴാണ് സുലൈമാനുൽ ഖാനൂനി റഹ്മഹുല്ലാഹ് വിയന്നയുടെ കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി തത്സമയം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഗ്രാനഡ തകർന്നറിയുമ്പോൾ സ്പെയിനിന്റെ പതനത്തിന്റെ അതേ സമയത്ത് വിയന്നയുടെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം കടന്നു വരുന്നു. അവിടെ നിന്ന് ബെൽഗ്രാഡിന്റെ വിജയം, ആ നഗരം ഇസ്ലാമിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധമായ റമളാൻ 25 വെള്ളിയാഴ്ച ദിവസം ബെൽഗ്രാഡിലേക്ക് മുസ്ലിമീങ്ങളായ ആളുകൾ കടന്നു വരികയും അവിടുത്തെ
പള്ളി മിനാരങ്ങളായിട്ടില്ല. അവിടുത്തെ ആരാധനാലയങ്ങളിൽ മുഴുവനും അല്ലാഹു അക്ബർ എന്ന വാങ്കിന്റെ പരിശുദ്ധമായ മൊഴികൾ ഉയർന്നത് സ്പെയിനിന്റെ പതനത്തിന്റെ അതേ സമയമാണ്. ബെൽഗ്രാഡിൽ നിന്ന് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ഖൈറുദ്ദീൻ ബരീറൂസ് എന്ന് പറയുന്ന തുർക്കിക്കാരനായ മുസ്ലിം നേതാവ് അവരുടെ പടകളുമായി തുർക്കി സൈന്യവുമായി വിയന്നയുടെ ഭാഗങ്ങളിലേക്ക് കടന്നു വരുന്ന സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് മാറി ഇനി അങ്ങോട്ട് പാരീസിലേക്ക് കടന്നു വരുന്ന മുസ്ലിമീങ്ങൾ. അൾജീരിയ എന്ന മുസ്ലിം രാജ്യത്തിന്റെ സ്ഥാപകനാണ് ഖൈറുദ്ദീൻ ബരീറൂസ്. പോർച്ചുഗീസുകാരന്റെയും സ്പാനിഷ്കാരന്റെയും നേവികളെ മുഴുവനും 3 തവണ തരിപ്പണമാക്കിയിട്ട് 70,000-ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങളെ മോചിപ്പിക്കുന്നത് സ്പെയിനിന്റെ പതനം നടക്കുന്ന അതേ സമയം അള്ളാഹുവിന്റെ നൂറിനെ ഊതിക്കെടുത്താൻ ഒരു ഭാഗത്തൊരു ശ്രമം, മറുഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഫ്രാൻസിന്റെ കേവലം 30 കിലോമീറ്റർ അകലെ കിടക്കുന്ന സാനറ്റ് എന്ന് പറയുന്ന നഗരം കീഴടക്കുന്നത്, മഹാന്മാരായ മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നത് ഗർനാച്ചയുടെ അതല്ലെങ്കിൽ ഗ്രാനഡയുടെ പതനം നടക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ ദീനിനെ എവിടെയെല്ലാം അടിച്ചമർത്തുന്നുവോ അതേസമയം അപ്പുറത്ത് അള്ളാഹു പുനർജീവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഖിലാഫത്തുണ്ട്, അബ്ബാസി ഖിലാഫത്ത്. ലോകത്ത് അവസാനിക്കുമ്പോഴാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടക്കുന്നത്. ഒരു ഭാഗത്ത് അബ്ബാസി ഭരണകൂടത്തിന്റെ പതനം, ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം ഭരണകൂടത്തിന്റെ ഊർജവത്തോടുകൂടെയുള്ള കടന്നുവരവ്. എവിടെ നശിക്കുന്നുവോ അപ്പുറത്ത് ഉദിക്കുകയാണ്. ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. എന്നാൽ പടിഞ്ഞാറ് ഇസ്ലാമിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന നേരമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ ജനങ്ങൾക്ക് ദീനിന്റെ വിഷയങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, ഇസ്ലാം കഠിനമാണ്, ഇസ്ലാം പ്രയാസമാണ് എന്ന രീതിയിൽ ഇസ്ലാമിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ല. ബശ്ശിറു, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വലാ തുനഫിറു, ജനങ്ങൾക്ക് വെറുപ്പ് പറഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് ലോകത്ത് വിജയിക്കാൻ പോകുന്ന മതം അല്ലാഹുവിന്റെ ദീനാണെന്ന പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലും തിരുനബിയുടെ ഹദീസുകളിലും വന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഉയർത്താൻ തീരുമാനിച്ചു. ഹബീബായ നബി തങ്ങൾ ഒരു സ്വപ്നം കണ്ട ചരിത്രമുണ്ട്, വിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. റഅയ്തു ദാത ലൈലത്തിൻ ഫീമാ യറന്നായിം كأن في جار عقبة بن نافع عقبة بن رافع റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വപ്നം കാണുന്നു. ഉഖബത്ത് ഇബ്നു റാഫിഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇരിക്കുന്ന പോലെ. ഫഉതീനാ ബിറുതബിൻ മിൻ റുതബി ഇബ്നു താബ്. ഇബ്നു താബിന്റെ മനോഹരമായ നല്ല പഴങ്ങളുണ്ട്, ഈത്തപ്പഴമുണ്ട്. ഇബ്നു താബിന്റെ ഈത്തപ്പഴം ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നം, ഞാൻ ഉഖബത്ത് ഇബ്നു റാഫിഅ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. പഴങ്ങളിൽ, ഈച്ചപ്പഴങ്ങളിൽ ഏറ്റവും നല്ല ഇബ്നു താബ് ഞങ്ങൾക്ക് അവിടെ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ആ സ്വപ്നത്തെ ഞാൻ വ്യാഖ്യാനിച്ചു. ഞാനതിനെ വ്യാഖ്യാനിച്ചു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അതിന്റെ അർത്ഥം ഈ ലോകത്തെ വിജയം ഇസ്ലാമിനാണെന്നും പരലോകത്തെ അന്തിമ വിജയം മുസ്ലിമിനാണെന്നും ഇസ്ലാം അത്രക്ക് മനോഹരമായ മതമാണെന്നും ആ കണ്ട സ്വപ്നത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുമായിരുന്നു, അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമഹ്. ലോകാവസാനം വരെ നന്മ എന്നിലാണ്, എൻ്റെ ഉമ്മത്തിലാണ്, മുസ്ലിമീങ്ങളിലാണ്. അൽ ഖൈറു ഫിയ, നന്മ എന്നിലാണ്, വഫി ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിലുമാണ്, ഇലാ യൗമിൽ ഖിയാമഹ്, ലോകാവസാനം വരേക്കും നന്മ ഈ ഉമ്മത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ഇൻദല്ലാഹി ഖസായിനുൽ ഖൈരി വശർ. മുത്തനബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്.
നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. മഫാത്തിഹുർ റിജാൽ, ആ ഖജനാവുകൾ തുറക്കാനുള്ള താക്കോൽ മനുഷ്യരാണ്, പുരുഷന്മാരാണ് പ്രത്യേകിച്ച്. ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി മിഗ്ലാഖൻ ലിശ്ശർ. അതുകൊണ്ട് അല്ലാഹു ആർക്കെങ്കിലും നന്മയുടെ താക്കോലാവാൻ അനുഗ്രഹിക്കുകയും തിന്മയുടെ പൂട്ടാവാനും നന്മ തുറന്നു വെക്കുന്ന നന്മയുടെ താക്കോലാവാനും അല്ലാഹു ആർക്കെങ്കിലും തൗഫീക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്തൊരു ഭാഗ്യവാൻ, എന്തൊരു ഭാഗ്യവാൻ. വവൈലുൽ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർരി മിഗ്ലാഖൻ ലിൽ ഖൈർ. നാശമായ നാശം മുഴുവനും ആരാണോ തിന്മയുടെ താക്കോലായി മാറുന്നത് അവർക്കാണ്, നന്മയുടെ പൂട്ടുകാരനാകുന്നവർക്കാണ്. നന്മ പൂട്ടിവെക്കുകയും തിന്മ തുറക്കുകയും ചെയ്യുന്നവർക്ക് നാശമാണ്. നന്മ തുറന്നു വെക്കുകയും തിന്മയെ പൂട്ടിവെക്കുകയും ചെയ്യുന്നവർക്ക് ഖൈറാണ്, നന്മയാണ്. നന്മയുടെയും തിന്മയുടെയും ഖജനാവുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയട്ടെ, ബശ്ശിർ ഹാദിഹിൽ ഉമ്മ ബിത്തൈസീരി വസ്സനാ വർരിഫഅതി ഫിദ്ദീൻ. ഈ ഉമ്മത്തിന് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുന്നു. ബിർരിഫഅതി വസ്സനാ ബിത്തൈസീരി വസ്സനാ വർരിഫഅതി ഫിദ്ദീൻ വത്തംകീനി ഫിൽ ബിലാദി വന്നസ്ർ. അല്ലാഹു തആല ഈ സമൂഹത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും ഉയർച്ച കൊടുക്കുകയും കാര്യങ്ങൾ അല്ലാഹു ലഘുവാക്കി കൊടുക്കുകയും വത്തംകീനി ഫിൽ ബിലാദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു തആല അധികാരം ഏൽപ്പിക്കുകയും ചെയ്യും. വന്നസ്രി, ഈ ഉമ്മത്തിന് അല്ലാഹു വിജയം നൽകുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇത് ഉമ്മത്തുൻ നസ്റാൻ, അല്ലാഹു സഹായം ചെയ്യുന്ന ഉമ്മത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ഇനി ചിന്തിക്കുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇസ്ലാമിനെ അല്ലാഹു റിവൈവ് ചെയ്യുന്നത് എന്നാണ്. എങ്ങനെയായിരിക്കും ഈ വിജയം? നമ്മൾ ലോകത്തോട് പറയാൻ പോകുന്നത്, നിങ്ങൾ പല സംസ്കാരങ്ങളും പരീക്ഷിച്ചു നോക്കിയില്ലേ, പല ചിന്താരീതികളും പരീക്ഷിച്ചു നോക്കിയില്ലേ? ഇസ്ലാമിനൊരു പരീക്ഷണത്തിനൊരു അവസരം കൊടുക്കിൻ എന്നല്ല, ഇസ്ലാം നല്ലതാണെന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നല്ല, ഇസ്ലാമിന് വേണ്ടി നമ്മൾ ഉയരണമെന്നാണ്. ഇസ്ലാമിന് അനുയോജ്യമായി അനുയുക്തമായി നമ്മുടെ ജീവിത രീതികളെ നമ്മൾ മാറ്റിയെടുത്താൽ ഈ ഉമ്മത്തിനാണ് വിജയം. ഇസ്ലാമിനൊത്ത് നമ്മൾ ഉയരണം. നമുക്ക് അനുകൂലമായി ഇസ്ലാം ഉയരുകയല്ല, ഇസ്ലാം ഉയർന്നു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വചനം എന്നും ഉന്നതിയിലാണ്. അതിനുവേണ്ടി നമുക്ക് ഉയരാൻ കഴിയുമോ? അതാണല്ലോ അംബിയാഇന്റെ നേതാവ്, അംബിയാഇന്റെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അംബിയാഇന്റെ മൈൽ സ്റ്റോൺ എന്നറിയപ്പെടുന്ന മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, അല്ലാഹുവേ ഞങ്ങളെ രണ്ടുപേരെയും നിന്റെ ഇസ്ലാം ഉൾക്കൊള്ളുന്നവരായി, അംഗീകരിക്കുന്നവരായി, നിനക്ക് വഴിപ്പെടുന്നവരായി മാറ്റിത്തരയണമേ. ഇസ്ലാമിനൊത്ത് നമ്മൾ ഉയരണം എന്നൊരാശയം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. മുത്തനബി തങ്ങൾ ഈ ഉമ്മത്തിന് സന്തോഷവാർത്ത കൊടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് വിജയമുണ്ട്. അപ്പോ നമ്മുടെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, നമ്മുടെ പെൺകുട്ടികൾ അല്ലാഹു പറയുന്ന പോലെ ജീവിക്കുമ്പോ, നമ്മുടെ ആൺകുട്ടികൾ അല്ലാഹു പറയുന്ന പോലെ ജീവിക്കുമ്പോ, നമ്മുടെ രക്ഷിതാക്കന്മാർ അല്ലാഹു പറയുന്ന പോലെ തർബിയത്ത് ചെയ്യുമ്പോ, നമ്മുടെ മുഅല്ലിമീങ്ങൾ, നമ്മുടെ അധ്യാപകന്മാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതൃക പിൻപറ്റുന്ന മുഅല്ലിമീങ്ങളാകുമ്പോ ഈ ഉമ്മത്തിന് വിജയമുണ്ട്. ഈ ഉമ്മത്തിനാണ് നസ്ർ, ഈ ഉമ്മത്തിനാണ് ഗലബത്ത്, ഈ ഉമ്മത്തിനാണ് അല്ലാഹു തആല തംകീൻ, തൈസീർ കൊടുത്ത് ആദരിക്കുന്നത്. അല്ലാഹു ആ ഭാഗ്യത്തിന് സാക്ഷികളാകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. തഗ്ദു ഉസാബത്തും മിൻ ഉമ്മതി അൽ ബൈത്തൽ അബ്യദ ബൈത കിസ്റാ. ഇസ്ലാം അതിസങ്കീർണമായ പ്രതിസന്ധിയിൽ കഴിയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയത്ത് സുറാഖ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമല്ല, ഹബീബായ നബി തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി, ഹബീബിന്റെ തലയെടുക്കാൻ വേണ്ടി സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഫോളോ ചെയ്തു വരുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, യാ സുറാഖ, അല്ലയോ സുറാഖ, കൈഫ ബിക വസിവാറൈ കിസ്റാ. സുറാഖ, എങ്ങനെയുണ്ടാകും നിങ്ങളുടെ കരങ്ങളിൽ കിസ്റയുടെ ആഭരണം ചാർത്തപ്പെടുമ്പോൾ എന്തുണ്ടായിരിക്കും സുറാഖ? സുറാഖ ചോദിച്ചു, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയോ? ഇറാനിയൻ എംപയറിന്റെ ഭരണാധികാരിയായ കിസ്റയോ?
കിസ്റയുടെ ആഭരണം എന്റെ കൈകളിലോ? അതേ സുറാഖ. എപ്പോഴാ ഇത് പറയുന്നറിയോ? സ്വന്തമായ ഹബീബിന് ഒരു വീടില്ലാതെ, സ്വന്തം നാട്ടുകാർ മുഴുവനും ഹബീബിനെ ആട്ടി ഓടിച്ച നേരത്ത്, ബന്ധുക്കൾ പോലും ഹബീബിന്റെ കാലിൽ നിന്ന് ചോരയൊലിപ്പിച്ച നേരത്ത്, 13 കൊല്ലത്തെ ഹബീബായ തങ്ങളുടെ ത്യാഗനിർഭരമായ ദഅവത്തിനൊടുവിൽ 250 സ്വഹാബികളെയും കൊണ്ട് മദീനയിലേക്ക് നബി തങ്ങൾ നാടുകടക്കുന്ന സമയത്ത് ഹബീബ് എന്താ പറയുന്നത്? കിസ്റയും കൈസറും ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വരും, നമ്മൾ അവിടം വിജയിച്ചടക്കും. എവിടെ? ഇസ്ലാമിന് നിലനിൽപ്പില്ലാതെ ഓടുന്ന നേരം. നമുക്ക് ഇന്ന് വരാൻ പോകുന്ന കാലം ഇസ്ലാമിന്റെ കാലമാണെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ? ഒരു ഭാഗത്ത് ഏക സിവിൽ കോഡിന് വേണ്ടി മുറവിളി കൂട്ടുന്ന നേരം, ഒരു ഭാഗത്ത് അമേരിക്കൻ നിയുക്തനായ പ്രസിഡന്റ്, അദ്ദേഹം മുസ്ലിമീങ്ങളെ ഞാൻ വകവരുത്തും, അല്ലെങ്കിൽ പാലസ്തീനികൾക്ക് ഇനി നീതി പ്രതീക്ഷിക്കേണ്ടതില്ല, ഞാൻ ജൂതന്റെ കൂടെയാണ്, ജൂതന്റെ പക്ഷമാണ്, ജൂതന്റെ പക്ഷമാണ് എന്ന് 1000 തവണ ആണയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ലോക നേതൃത്വത്തിന്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ പറയുന്നത്, ഇതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനാണ്. ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിപ്പിക്കുന്നവനാരോ അസ്തമിപ്പിക്കുന്നവനാരോ? ഈ പ്രപഞ്ചത്തിൽ സാമ്രാജ്യങ്ങൾ മുഴുവനും ഉയർന്ന തരിപ്പണമായതിന്റെ ചരിത്ര സാക്ഷ്യം ഏതൊരുത്തന്റെ തഖ്ദീറാണോ, ആ അള്ളാഹുവിന്റെ മതം ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി തങ്ങൾ ഹിജറ ചെയ്തു പോകുന്ന നേരത്ത് മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ്, സുറാഖ, നിങ്ങളുടെ കൈകളിൽ കിസ്റായുടെ ആഭരണങ്ങൾ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെയുണ്ടാകും സുറാഖ എന്ന് ചോദിച്ചത് ഇസ്ലാം പ്രതിസന്ധി നിൽക്കുന്ന സമയത്താണ്. എന്നിട്ടും ഹബീബായ തങ്ങൾ ഏറ്റവും നല്ല പ്രതീക്ഷയാണ് ഉമ്മത്തിന് കൊടുത്തത്. പ്രതീക്ഷയുടെ കാലം. തഫാഉൽ മുതഫായിലിങ്ങളായി ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വിജയം തരും. അല്ലാഹു തആല ഉമ്മത്തിന് അവൻ ഇഷ്ടപ്പെടുന്ന ഹബീബിന്റെ ഉമ്മത്തികളായ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.